നമസ്കാരം, ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻറ്റ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഗൃഹമധ്യ സൂത്രത്തെക്കുറിച്ചാണ്. നമ്മൾ പഴയ വീടുകൾ കണ്ടിട്ടുണ്ടാവും. ആ വീടിൻ്റെ ഒത്ത നടുക്ക് പ്രധാന കട്ടള കൊടുത്തിരിക്കുന്നു. അവിടെ തൊട്ട് അങ്ങോട്ട് അങ്ങേയറ്റം വരെ തുറന്നു കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഒരുപക്ഷെ അങ്ങേയറ്റത്ത് തുറന്നു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഒരു കട്ടള ഒരു ജനൽ വെച്ചിട്ടുണ്ടാവും. ഇതിനെയാണ് ഒത്ത നടുക്ക് ഇങ്ങനെ കൊടുക്കുന്ന രീതിയാണ് ഗൃഹമധ്യ സൂത്രം എന്ന് പറയുന്നത്. അത് വളരെ ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ നമ്മളിപ്പം ആധുനിക കാലത്ത് പല വീട് ഡിസൈൻ ചെയ്യുമ്പോഴും ഒത്ത മധ്യത്തിൽ കട്ടള കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ജനലോ മറ്റ് സാധനവും കൊടുത്ത് അങ്ങേറ്റം വരെ തുറക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കും. ഇതൊന്നും പറ്റാത്തൊരു സാഹചര്യം, പഴയ വീട് നമുക്ക് വാസ്തുവിദ്യ പ്രകാരം കറക്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് എത്ര ഉയരത്തിൽ കൊടുക്കണം, എത്ര വണ്ണത്തിൽ കൊടുക്കണം എന്നൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ചില വീട് പരിശോധിക്കുമ്പം ഗൃഹമധ്യ സൂത്രം കൊടുത്തിരിക്കുന്നത് എവിടെയെന്നറിയോ? കട്ടളയുടെ ഒത്ത ബാക്കിൽ നടുക്ക് കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ കട്ടള ഒത്ത മധ്യത്തിലായിരിക്കില്ല. ചില സ്ഥലത്ത് എയർ ഹോളിന് താഴെയും കൊടുത്ത് കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നാമത്തെ കാര്യം, ഗൃഹമധ്യ സൂത്രം കൊടുക്കേണ്ടത് ഗൃഹത്തിൻ്റെ ഒത്ത മധ്യത്തിലാണ്. രണ്ട്, എത്ര ഉയരത്തിൽ കൊടുക്കണമെന്നാണ്. അതിന് മനുഷ്യലെ ഭാഷ എന്നൊരു പുസ്തകത്തിൽ വിശദമായി പറയുന്നുണ്ട്. നമുക്കത് നോക്കാം എന്താണെന്നുള്ള കാര്യം. തറമേൽ വായിൽ നിന്ന് തറ ഉയരത്തോളമോ അതിൻ്റെ 1.5 ഇരട്ടിയോ ഉയരം വരുന്നിടത്തോ ഭിത്തി ഉയരത്തിൻ്റെ ഒത്ത മധ്യത്തിലോ പാദമാനത്തിൻ്റെ 2/3 പാദ കീഴ്വിധാനത്തിന് മേൽപോട്ട് നീക്കിയോ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തറയത്ര അത്രത്തോളമാം അതിനർത്ഥം കൂടിയിട്ടുമാം സൂത്രസ് ഉയരം വെപ്പു എന്നും ചില പ്രാചീന ഗ്രന്ഥങ്ങളിലുണ്ട്. ഗൃഹകർത്താവിൻ്റെ നാസദ്വാരത്തിന് സമമായും അത് നിന്നിട്ടോ ഇരുന്നിട്ടോ മതിയത്രേ. നിന്നിട്ടെങ്കിൽ ചെരുപ്പ് മേൽ നിന്നും ഇരുന്നിട്ടെങ്കിൽ തറമേൽ നിന്നും ഉയരം കണക്കാക്കണമെന്നും പറയപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ മൊത്തം ഭിത്തി ഉയരത്തിൻ്റെ മധ്യത്തിലോ മധ്യത്തിന് താഴെയോ കൊടുക്കാം. അത് പദയോനിപ്പെടുത്തി കൊടുത്താൽ ഏറ്റവും നല്ലത്. 2, അതൊത്ത മധ്യത്തിലായിരിക്കണം. 3, അതിനെത്ര വലിപ്പം വേണം എന്നാണ് ചോദ്യം. അത് കൃത്യമായി പറയുന്നുണ്ട്. അതിന് ശ്ലോകം ഞാൻ വായിക്കാം. നാറാതപ്പൂവിനുടെ തണ്ടിനകത്തു പോകും നാരായമുണ്ടതിന് പോകുവതിന്നു മാത്രം നേരായ സൂത്രമിടണം ഗൃഹകർത്തൃ നാസദ്വാരത്തിനൊപ്പം അതു നിന്നും ഇരുന്നുമാകാം. നാറാതപ്പൂവെന്ന് പറയുന്ന തെച്ചിപ്പൂവാണ്. അതിന് നാളി കടക്കാവുന്ന വിധത്തിൽ അത്രയും ചെറുതായിട്ട് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ 3 കാര്യം പറഞ്ഞു. ഗൃഹമധ്യ സൂത്രം എവിടെ കൊടുക്കണം, എത്ര ഉയരത്തിൽ കൊടുക്കണം, എത്ര വലിപ്പത്തിൽ കൊടുക്കണം. ഇതിലൊരു പ്രശ്നമുണ്ട്. അത്രയും ചെറുതായിട്ട് കൊടുത്താൽ അവിടെ അഥവാ ഒരു പ്രാണി വല്ലതും കയറിയിരുന്ന് ഇതങ്ങ് അടഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പ്രാക്ടിക്കലി ചെയ്യാറുള്ളത് ഒരു 1/2 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഒത്ത മധ്യത്തിൽ വെച്ച് കൊടുക്കുകയെന്നത്. അപ്പോൾ പിന്നെ ചെറിയ പ്രാണി കയറിയിരുന്ന് അടഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതേക്കുറിച്ച് ചെറിയൊരു ധാരണ നിങ്ങൾക്കായി എന്ന് കരുതുന്നു. പുതിയൊരു വിഷയമായി വരും ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.